ഇൻവെസ്റ്റ് ചെയ്യാറായോ, ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അദാനി ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ RVNL ഇൻവെസ്റ്റ് ചെയ്യട്ടെ. എക്സിറ്റ് പോളിന്റെ തിങ്കളാഴ്ച വൈകുന്നേരം പോയിട്ട് കോൾ ഓപ്ഷൻ മേടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചവർ ഈ മേടിച്ച് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവര് പക്ക ഫോമാണ്. FIs ഇപ്പോഴും സെല്ല് ചെയ്യാണ്. അന്ന് ഇലക്ഷൻ്റെ അന്ന് 12,000 കോടി രൂപയുടെ സെല്ല് ചെയ്തു, ഇന്നലെ 5,000 കോടി രൂപയുടെ സെല്ല് ചെയ്തു. അവർ കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്യാണ്. അപ്പോൾ എന്തുകൊണ്ട് FIs സെല്ല് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് ഓൾ, യെസ്, അങ്ങനെ ഇലക്ഷന് ശേഷം വീണ്ടും നമ്മളൊരു പോഡ്കാസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇലക്ഷന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ചെറിയൊരു അപവാദമല്ല, ചെറിയൊരു ഡയലോഗ് ഞാൻ അടിച്ചിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും മാനസികമായിട്ട് വളരെ ഒത്തിരി കമന്റ്സ് ഉണ്ട്. അതെ, വളരെ മാനസികമായിട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ മികച്ച പ്രകടനം കൊണ്ട് മാറ്റി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ വിഷമം കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ തവണത്തേക്ക് അവരുടെ പെർഫോമൻസ് വളരെ ദയനീയമായിരുന്നു. പക്ഷെ മികച്ച നേട്ടമാണ് ഇത്തവണ നമ്മുടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണ്. നമ്മൾ നേരെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവ ബഹുലമായിരുന്നു മാർക്കറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച അപാര ബുള്ളിഷ്നെസ്, ദെൻ എക്സിറ്റ് പോൾ ഡാറ്റ വെച്ച് നെക്സ്റ്റ് ഡേ അതിന് വലിയ ബുള്ളിഷ്നെസ്. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നു, രാവിലെ മുതൽ BJP 250 താഴെ പോയുന്നു, NDA 250 താഴെ പോകുന്നു. മാർക്കറ്റ് ഒരു രക്ഷയില്ലാത്ത 8% ടപ്പ് പൊട്ടലാണ് നമ്മൾ. അതല്ല, നരേന്ദ്രമോദിയുടെ പിന്നിലായി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി, അതായത് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റെങ്കിലും ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളിലെ മിക്ക പത്രങ്ങൾക്കും നരേന്ദ്രമോദി പിന്നിലാണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയായിട്ട്. ശരി, എല്ലാവരും ഷോക്കായി. എന്താണ് കാരണം, എല്ലാവരും എക്സ്പെക്ട് ചെയ്തു. എക്സിറ്റ് പോൾ റിസൾട്ടിൽ തന്നെ മാർക്കറ്റിലുണ്ടായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, ആക്ച്വലി എൻട്രി തലേദിവസം എടുത്തവർക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എക്സിറ്റ് പോൾ കണ്ടു. പക്ഷെ എല്ലാവരും ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ വന്ന ആ ഒരു ഹൈക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ച് പലരും പൊസിഷൻ കീപ്പ് ചെയ്യും. അതായത് എക്സിറ്റ് പോള് സത്യമാകുമെന്നും 400 സീറ്റ് കവറപ്പ് ചെയ്യുമെന്നും മാർക്കറ്റ് അവിടെ നിന്ന് പറക്കുമെന്നും വിചാരിച്ച് എക്സിറ്റ് പോളിന്റെ തിങ്കളാഴ്ച വൈകുന്നേരം പോയിട്ട് കോൾ ഓപ്ഷൻ മേടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചവർ. ആക്ച്വലി സിൽവി, ഈ മേടിച്ച് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർ പക്ക ഫോമാണ്. അതായത് അയ്യോ റിസൾട്ട് വരുന്നു, ഇനി എനിക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ഫീല്, പക്ക ഫോം ഓഫ് ഫീലിലാണ് പലരും സ്റ്റോക്ക് മേടിച്ച് വെക്കുകയും കോൾ ഓപ്ഷൻ മേടിച്ച് വെക്കുകയും നല്ല പണി കിട്ടുകയും ചെയ്ത്. ആക്ച്വലി നമ്മുടെ തലേ ദിവസത്തെ വിക്സ് വോളറ്റൈലിറ്റി 24-23 ഒക്കെ ആയിരുന്നു. എന്നാൽ എലക്ഷൻ റിസൾട്ട് വന്ന് ശരിക്കും വിക്സ് കുറയുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചത്. എന്നാൽ അസാധ്യം എന്ന് പറയട്ടെ, അവിടെ നിന്ന് വിക്സ് 29 to 30 ജമ്പ് ചെയ്യുകയും അന്നും നല്ല തകർപ്പൻ ട്രേഡുകൾ സൂപ്പറായിട്ട് നമുക്ക് താഴ്ത്തോട്ടാണെങ്കിലും അവിടെ നിന്നുള്ള ബൗൺസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഈ പറയുന്ന ബഡ്ജറ്റ് ട്രേഡേഴ്സിന് മാർക്കറ്റിൽ വൻ അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ബഡ്ജറ്റിന് ശേഷം ഇനിയും നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കണം, പുതിയ ഗവൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കണം, അടുത്ത ബഡ്ജറ്റിൽ എന്ത് പ്രതീക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. സെക്ടർ വൈസ് ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്ത് തോന്നുന്നു ഈ തവണത്തെ പുതിയ ഗവൺമെൻറ്റിനെ കുറിച്ച്? ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് മാർക്കറ്റ് കാണിച്ച ഒരു ബിഹേവിയർ എനിക്ക് തോന്നുന്നു വെറുതെ പുട്ടെടുത്ത് വെച്ചവർക്കൊക്കെ, കണ്ണടച്ചിരുന്നവർക്ക് വരെ വൻ പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ കോൾ ഹോൾഡ് ചെയ്തവർക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കോൾ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ സ്ഥലത്തും കോൾ ഹോൾഡ് ചെയ്തല്ലോ ഉണ്ടായിരിക്കും. കാരണം ഈ ഫോം ഓഫ് ഫീലൊന്നും ആരും പുറത്തു അറിയത്തില്ല. അവർ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പോയിട്ട് കോള് മേടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അയ്യോ എൻ്റെ കയ്യിൽ കോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാർ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു ഇലക്ഷന് മുമ്പ് സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ഷനിൽ BJP ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചു. ആക്ച്വലി നമ്മൾ പ്രതീക്ഷ 290 എന്ന് പറയുന്ന ലെവലിലൊക്കെ തന്നെ അല്ല. പക്ഷെ എക്സിറ്റ് പോളിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് 350-370. എക്സിറ്റ് പോളിന്റെ ആവറേജ് 360. അതെ, അപ്പോൾ ആവറേജ്, ബിക്കോസ് എക്സിറ്റ് പോളിന്റെ റിസൾട്ട് ഓൾമോസ്റ്റ് എത്രമാത്രം ഫേവറബിൾ ആവും നമുക്കറിയാലോ. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് 300 സീറ്റിൽ താഴെ പോയി എന്നുള്ളത് BJP എല്ലാവരും വിചാരം BJP ജയിച്ചാൽ മാർക്കറ്റ് മുകളിൽ പോകുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. BJP മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 350 ആയിരുന്നു, അതിനെ മീറ്റ് ചെയ്യാനായിട്ട് റിസൾട്ടിന് പറ്റിയില്ല. അതിന്റെ ക്രാഷാണ്, അതിന്റെ പാനിക്കാണ് നമ്മൾ കണ്ടത്. ഇനി മാർക്കറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം
ഇലക്ഷൻ്റെ അന്ന് നമ്മുടെ കുറച്ചൊക്കെ പോർട്ട്ഫോളിയോ എൻ്റെ, അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതൊക്കെ പോർട്ട്ഫോളിയോ തന്നെ ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ്റെ അന്ന് അത് കണ്ടിട്ട് ശരിയെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു തകർച്ച ഉണ്ടായി. പക്ഷെ പിറ്റേ ദിവസമാണ് ആ ഒരു മിറാക്കിൾ. ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി സെല്ലിങ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് റിക്കവറി ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റീറ്റെയിലേഴ്സ് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് സ്റ്റോക്ക് ആഡ് ഓൺ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം ആ ഒരു ഹൈക്ക് മാർക്കറ്റിൽ വന്നത് എന്നുള്ളത്. ഇനി ആ റിക്കവറി നിലനിൽക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കാര്യമായിട്ടൊന്നും മാർക്കറ്റ് താഴെ പോയിട്ടില്ല. അന്ന് ആ ഇലക്ഷൻ്റെ ദിവസം 1300 പോയിന്റ് പോയെങ്കിൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഇത് തന്നെയാണ്. സ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് 22,500 മുകളിൽ തന്നെയാണ്, അതൊരു പോസിറ്റീവ് നേട്ടം തന്നെയാണ്. നമ്മൾ ഇനിയും ഗവൺമെന്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ 290 സംതിങ് സീറ്റുമായിട്ടാണ് NDA ഭരണത്തിലോട്ട് വരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണത്തെക്കാളും വിഭിന്നമായിട്ട് BJPക്ക് ഒറ്റയ്ക്ക് ആ ഒരു മാജിക് നമ്പർ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ക്യാബിനറ്റിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ധനകാര്യം തെലുങ്കുദേശം പാർട്ടിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരും, വേറെ ഒരു നിവൃത്തിയില്ല, അത് കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. അവരാണ് പോളിസി മേക്കിങ്ങിൽ ഭാഗമാക്കുക. അപ്പോൾ ക്യാപെക്സ് ഡെവലപ്മെൻറ്റിലോട്ടും റിസർച്ചിലോട്ടും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ഈ തവണത്തെ ഗവൺമെൻറ്റിന് എവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ജനക്ഷേമ കാര്യങ്ങളിലോട്ട്, അല്ലെങ്കിൽ ഫ്രീ ഗോതമ്പ്, ഫ്രീ ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒരു പക്ഷേ കൂടുതൽ ഫണ്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ഗവൺമെൻറ് കാലത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ഡെവലപ്മെൻറ്റോ ആ ഒരു വളർച്ചയോ ചിലപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് കിട്ടില്ല. അങ്ങനെ ഞാൻ ഉറപ്പിച്ചല്ല പറയുന്നത്, കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ എന്തുകൊണ്ടാണ് ഇത്രയും ബുള്ളിഷ് ആയിരുന്നത് എന്ന് നമ്മൾ സംസാരിക്കണം. ഡിഫൻസ് സെക്ടർ മാനുഫാക്ചറിങ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ പബ്ലിക് സെക്ടർ മാനുഫാക്ചറിങ്, അതർ പബ്ലിക് സെക്ടർ കമ്പനികളെയും, ഇതിന് കോൾ ഇന്ത്യയെ പോലും പ്രൈവറ്റൈസേഷൻ ചെയ്തുകൊണ്ട് കൂടുതൽ വാല്യൂ അൺലോക്ക് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് പഴയ ഗവൺമെൻറ് പോയിട്ടുണ്ടായിരുന്നു. നിർമ്മലാ സീതാരാമൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ എയിമെന്നും പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളെ കൃത്യമായിട്ട് പ്രൈവറ്റൈസേഷൻ ചെയ്ത് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു പോളിസിയിൽ നിന്ന് പുതിയതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന ഗവൺമെൻറ് പിന്നോക്കം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പബ്ലിക് സെക്ടർ കമ്പനികളിൽ ഇത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി അവർ കുറേയൊക്കെ റാലി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രകടന പത്രിക വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത പോലെ തന്നെ ആ സെക്ടർ, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സെക്ടറിനെ അഭിമുഖീകരിക്കുക. നമ്മൾ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 9% ഫാളിൽ നിന്ന് നിഫ്റ്റി ഒരുവിധം നന്നായിട്ട് ഒരു 80% നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 6-ാം തീയതിയാണ്. 6-ാം തീയതി മാർക്കറ്റിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇലക്ഷൻ്റെ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇത്ര ശതമാനം താഴെ പോയത് 2 ഡേയ്സിനുള്ളത് മേക്കപ്പായി, ഓൾമോസ്റ്റ് മേക്കപ്പായി. എനിക്ക് തോന്നുന്നു HDFC ബാങ്ക് ഒക്കെ അത്യാവശ്യം ഇന്ന് തന്നെ. വെള്ളിയാഴ്ച നമുക്ക് RBIയുടെ ഈ മാസത്തെ റിപ്പോ റേറ്റ് ആണ്. എനിക്കത് അൺചേഞ്ച് ആയിട്ട് വയ്ക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നുമില്ല. ഗ്ലോബലി അതിൻ്റെ ഡാറ്റ വരാനുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് എന്താണ്, ഇനി എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ടെക്നിക്കൽ അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുക. അന്ന് മാർക്കറ്റ് അത്രയും വീണപ്പോഴും പിടിച്ചു നിന്ന സെക്ടർ ഏതാണ്? FMCG സെക്ടറാണ്. അപ്പോൾ FMCG സെക്ടറിൽ നല്ലൊരു ബുള്ളിഷ്നെസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ FMCG സെക്ടറിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത പരിഗണിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കും. പിന്നെ അന്ന് WRC ക്യാൻഡിൽ, വൈഡ് റേഞ്ച് ക്യാൻഡിൽസ്, റെഡ് വലിയ ഡൗൺ സൈഡ് ക്യാൻഡിൽസ് വന്ന സ്റ്റോക്കുകളെ ടെമ്പററി ആയിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് പുതിയതായിട്ടെങ്കിലും ആഡ് ചെയ്യാതിരിക്കുക. അദാനി സ്റ്റോക്കുകൾ ഡയറക്റ്റ് BJPയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയപ്പെടുന്ന അദാനി, റിലയൻസ് പോലുള്ള വലിയ സ്റ്റോക്കുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ട, നമ്മുടെ പോർട്ട്ഫോളിയോയിലിട്ട് ആഡ് ചെയ്യേണ്ട. ഒരു ക്ലാരിറ്റി വരട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഗവൺമെൻറ് സ്റ്റേബിൾ ആവട്ടെ. ഇപ്പോഴും ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ നോക്കുകയാണെങ്കിലും ഒരു ശിവസേന നേതാവ് പറയുന്നുണ്ട് മോദി എന്തായാലും ഗവൺമെൻറ് ഉണ്ടാക്കില്ല എന്ന്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള BJP MPമാർ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു ഒരു ന്യൂസ് ഉണ്ട്. ഇതൊക്കെ ചുമ്മാ അങ്ങനെ അവിടെ ഇരുന്ന് പലതും പറയുമായിരിക്കും. വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. എന്നാലും നമുക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അല്ല എന്നുള്ള ധ്വനി അടുത്ത 5 വർഷവും ഇന്ത്യയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഒരു പക്ഷേ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവാതിരുന്നാൽ ഇനിയിപ്പോൾ പാർട്ടി അധികാരത്തിൽ വരുന്നു, 96 പോലെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലും പിന്തുണ പിൻവലിക്കുന്നു, ആർക്കും
അധികാരത്തിലോട്ട് വരാൻ പറ്റുന്നില്ല, രണ്ട് കൂട്ടർക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ 2029 മുൻപ് തന്നെ വീണ്ടും ഒരു യൂണിയൻ ഇലക്ഷൻ നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരാം. ശരിയാണ്, BJPക്ക് പോയിട്ട് കോൺഗ്രസ് MP-മാരെ പർച്ചേസ് ചെയ്യാൻ പറ്റും, കാശ് ഇറക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും സിറ്റുവേഷൻ മാറി. ഇന്ത്യ സഖ്യത്തിലെ MP-മാർക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ തന്നെ തുടർന്ന് നിന്നാൽ വീണ്ടും ഒരു ഇലക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം പിടിക്കുകയും BJPയിൽ പോകുന്നതിനേക്കാൾ മികച്ച അധികാരങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. രാജ്യത്തിനും ഇത്തരത്തിലൊരു ഗവൺമെൻറ്, NDA ഗവൺമെൻറ് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തിന് പകരം ഒരു നോർമൽ ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകട്ടെ, ജനങ്ങൾക്കും അത് തന്നെയായിരിക്കും നല്ലത്, അല്ലേ? ഇനി നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഭാവിയിൽ നിഫ്റ്റി ഏതൊക്കെ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും ആദ്യം മനസ്സിലോട്ട് വരുന്ന സെക്ടേഴ്സ്? അല്ല, ആക്ച്വലി FMCG സെക്ടറിനെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അത്ര വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു PSC ബാങ്കിങ് സെക്ടേഴ്സിനൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ. അല്ല, അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്റ്റീൽ, മാനുഫാക്ചറിങ്ങിനെ ഒരുപക്ഷെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വലിയ കൺസ്ട്രക്ഷൻസ് ഒരിക്കലും പ്രതിമ പോലുള്ള ഒരു കൺസ്ട്രക്ഷനിലോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ പ്രോജക്ട്സ് ഇതൊന്നും ഗവൺമെൻറ്റിന് ചിലപ്പോൾ ഓണാക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഘടകകക്ഷികളോട് കൂടി സമ്മതം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ ഓണാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൽ, സ്റ്റീൽ സെക്ടറിൽ ഒക്കെ സ്പെൻഡിങ് കുറയ്ക്കേണ്ടതായിട്ട് ഗവൺമെൻറ്റിന് ഒരു പക്ഷേ വേണ്ടി വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സെക്ടർ, അതായത് കൃഷി, ഈ ഒരു സെക്ടറിൽ നമുക്ക് വളരെ മികച്ച ഒരു ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ കാണേണ്ടതായിട്ട് വരും. മഹാരാഷ്ട്രയിലാണെങ്കിലും അതുപോലെ തന്നെ ആന്ധ്രയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ബീഹാറിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും കൂടുതൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അവിടുത്തെ കർഷകരെ, അവിടുത്തെ മിഡിൽ ക്ലാസ്സിനെയും അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ തവണത്തെ മൺസൂൺ അടിപൊളിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട നല്ലൊരു സെക്ടർ ഫെർട്ടിലൈസേഴ്സ് സെക്ടേഴ്സ് തന്നെയായിരിക്കും, കെമിക്കൽ സെക്ടേഴ്സ് തന്നെയായിരിക്കും, ഷുഗർ സെക്ടർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ ഡൗൺ സൈഡ് ആയതാണ് IT സെക്ടേഴ്സിൽ, സ്പെഷ്യൽ ITBs അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള മേജർ സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം താഴെ പോയതാണ്. അത് എനിക്ക് തോന്നുന്നു US ഇലക്ഷൻ വരാനുണ്ട്. അതായത് 59 രാജ്യങ്ങളിലാണ് ഈ വർഷം എലക്ഷൻ നടക്കുന്നത്. ഇതൊരു എലക്ഷൻ ഇയറാണ്, എല്ലാ രാജ്യങ്ങളിലും എലക്ഷൻ. അപ്പോൾ ഇന്ത്യയിലെ എലക്ഷൻ കഴിഞ്ഞു, UK, US വരാനുണ്ട്. അപ്പോൾ US എലക്ഷന് ശേഷമായിരിക്കാം മിക്കവാറും നമുക്ക്, അല്ലെങ്കിൽ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കാം മിക്കവാറും നമുക്ക് എന്ത് കിട്ടുക, IT സെക്ടറിൽ ഒരു ബുള്ളിഷ്നെസ് കാണാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ എടുക്കാവുന്നത് തന്നെയാണ്. കുഴപ്പമില്ല, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ ഏറ്റവും രസകരമായിട്ട് കാര്യമുണ്ട്, വേൾഡിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയായിട്ട് NVIDIA, ആപ്പിളിനെ ഓവർകം ചെയ്ത് എത്തിയത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. NVIDIA ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. അത്രയും വലിയ ഗ്രോത്താണ് ആ കമ്പനിക്ക് IT സെക്ടറിൽ US ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഇന്ത്യൻ കമ്പനികളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ഇലക്ഷനിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സെക്ടർ IT സെക്ടർ തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് IT സെക്ടർ മാക്സിമം നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ്. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒരു കറക്ഷനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സോ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് IT സെക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ ഒരു മേജർ ടെക്നിക്കൽ അനാലിസിസിലോട്ട്, മന്ത്ലി അനാലിസിസിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, വീക്കിലി അനാലിസിസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബുള്ളിഷ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ്, ആക്ച്വലി ഒരു ഷെയ്ക്ക് ഔട്ട് ക്യാൻഡിലാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. മാർക്കറ്റ് ബഡ്ജറ്റ് ഡേയിൽ വന്ന ലോ എന്ന് പറയുന്നത് 21,300 ലെവൽ വരെയൊക്കെയാണ്. അതെന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് ആ ലെവൽ വരുന്നത് 2024 ജാനുവരിയിലാണ്. 6 മാസം മുമ്പ് വന്ന ലോയാണ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് ശക്തമായിട്ടുള്ളൊരു ബൈ നടക്കുകയും ചെയ്യുന്നത്. ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് ഈ ലെവൽ 22,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50-ഡേ മൂവിങ് ആവറേജിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം മാർക്കറ്റുകളിൽ. നമുക്ക് നല്ലൊരു കുതിച്ചുചാട്ടം കിട്ടും. നിഫ്റ്റിയുടെ വാല്യുവേഷൻ വളരെ മികച്ചത് തന്നെയാണ്. നമ്മൾ ഭയങ്കര ഓവർ വാല്യൂഡ് ഒന്നുമല്ല. FIs ഇപ്പോഴും സെല്ല് ചെയ്യുകയാണ്. അന്ന് ഇലക്ഷൻ്റെ അന്ന് 12,000 കോടി രൂപയുടെ സെല്ല് ചെയ്തു, ഇന്നലെ 5,000 കോടി രൂപയുടെ സെല്ല് ചെയ്തു. അവർ കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്യുകയാണ്. DAS സ്റ്റിൽ ഇൻ ബൈ ആണ്. അപ്പോൾ എന്തുകൊണ്ട് FIs സെല്ല് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചൈനീസ് മാർക്കറ്റ് ഇന്ത്യയുടെ കൂടെ തന്നെ ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒപ്പം തന്നെ ഗ്രോ ചെയ്യുന്ന ചൈനീസ് മാർക്കറ്റ് ഇന്ത്യയേക്കാൾ ലോ വാല്യുവേഷനിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ റിസ്ക് റിവാർഡ് ചൈനീസ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഉറപ്പാണ് ചൈനീസ് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറിക്കഴിഞ്ഞാൽ ആ പൈസ കൃത്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരികയും ഇന്ത്യൻ മാർക്കറ്റ് വലിയ ഉയരങ്ങളിലോട്ട് ജമ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു FI ഇത്ര സെല്ല് ചെയ്തിട്ടും നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് റീറ്റെയിലേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വലിയ കറക്ഷൻ ഇപ്പം ഇന്ന് ഈ ബഡ്ജറ്റ് ഡേക്ക് അത്യാവശ്യം റീറ്റെയിലേഴ്സിന് ലോസ് കിട്ടിയിട്ടുണ്ട്. അവർ വീണ്ടും ബൈ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാണ് മാർക്കറ്റിനെ. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു നല്ല കറക്ഷൻ ലേറ്റ് ആകും തോറും ഒരു ഭയങ്കര വലിയ കറക്ഷൻ ബാക്കിയിരിക്കേണ്ടതെന്നാണ് അതിൻ്റെ അകത്ത് റീഡ് ചെയ്യേണ്ടത്. അതായത് ഒരു കറക്റ്റ് ചെയ്ത് ഒരു ഹൈ സ്ട്രക്ചർ ഉണ്ടാക്കി തന്നെ മാർക്കറ്റ് പോകട്ടെ, അതല്ലേ ഏറ്റവും നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2023 ഒക്ടോബറിലാണ് നമുക്ക് ലാസ്റ്റ് ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആവും, സിംഗിളോ വരുന്നത്. പിന്നെ ഒരു സിംഗിളോ വരുന്നത് 2023 മാർച്ചിലാണ്. ആക്ച്വലി 2022 ജാനുവരി സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡിൽ 2 ചെറിയ കറക്ഷൻസ് മാത്രമേ മാർക്കറ്റ് തന്നിട്ടുള്ളൂ. ഒരു സ്ട്രോങ് ബുള്ളിഷായിട്ട് തന്നെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അതൊരിക്കലും ഒരു നല്ല മാർക്കറ്റിന് നല്ലതേ അല്ല. FIs തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഈ പറഞ്ഞൊരു വലിയ കറക്ഷൻ വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉറപ്പാണ്. അവർക്കൊരു 5 to 10% കറക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത് വരട്ടെ, മാർക്കറ്റ് കൃത്യമായിട്ട് ഒരു കറക്ഷൻ ഇപ്പോൾ ബഡ്ജറ്റ് ഡേയുടെ ലോയിൽ 2 ദിവസം നിന്നാൽ അതൊരു നല്ല കറക്ഷനാണ്. ബഡ്ജറ്റ് ഡേയിൽ വന്ന ലോ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ എക്സാക്ട് സിംഗ് ലോ ആണ്. അതൊരു നല്ല കറക്ഷൻ തന്നെയാണ്. അത്രയും പെട്ടെന്നൊരു കറക്ഷൻ ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഗ്രാജുവലി അവിടെ ഒരു കറക്ഷൻ വന്ന് ഒരു റൗണ്ട് ബോട്ടം സ്ട്രക്ചർ ഉണ്ടാക്കി മാർക്കറ്റ് തിരിച്ചു പോട്ടെ. അതല്ലേ ഹീറോയിസം. ഓക്കെ, എന്നാലല്ലോ കൂടുതൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേ ബിഗിനേഴ്സ് ഫിയർ അടിച്ചിട്ട് എക്സിറ്റ് ആവത്തുള്ളൂ. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 23,337 എന്ന് പറയുന്ന ലെവൽ റീസെൻറ്റ് ഹൈ ആയിട്ട് നിൽക്കുകയും ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം മാർക്കറ്റ് ഫർദർ റൺ ചെയ്യുള്ളൂ. നമ്മുടെ ഡെയിലി ക്യാൻഡിലിട്ടൊന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ വളരെ ക്രേസി ആയിട്ടുള്ളൊരു 2 സപ്പോർട്ട് ലൈൻസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ 2 സപ്പോർട്ട് ലൈൻ മാർക്കറ്റ് സ്ഥിരമായിട്ട് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് തന്നെ സപ്പോർട്ട് ലൈനായിട്ട് തന്നെ നിൽക്കുകയും ഈ സപ്പോർട്ട് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പം ഒരു പ്രോപ്പർ ഹൈ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും 1 മാസമോ 2 മാസമോ ഈ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകളില്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കറക്ഷൻ വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ തോന്നുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, ഗവൺമെൻറ്റുമായിട്ട് ഭയങ്കര എക്സ്പോഷറുള്ള സ്റ്റോക്കുകളിൽ നിന്ന് എസ്പെഷ്യലി അദാനി, റിലയൻസ് അങ്ങനെയുള്ള ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്രൂപ്പിൽ കാണുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാറായോ, ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അദാനി ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ RVNL ഇൻവെസ്റ്റ് ചെയ്യട്ടെ. ഇങ്ങനെ ഞാൻ ഇതിലൊരു സ്റ്റോക്കിൻ്റെ പേര് പറയുന്നത് കൊണ്ട് അത് കോമൺലി കിട്ടിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. പുതിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഓരോ ഡൗൺ സൈഡ്സും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഞാൻ റീഡ് ചെയ്യുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് പഠിച്ചെടുത്താൽ മാത്രമാണ് ഇനി മാർക്കറ്റിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ സിംഗ്ലോയിൽ ഞാൻ ചാടി കയറി ആകെ ആഡ് ചെയ്തത് FMCG സെക്ടേഴ്സ് മാത്രമാണ്. അതിൻ്റെ ബഡ്ജറ്റ് ഡേ അല്ല, ഇലക്ഷൻ ഡേയിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അദാനി വിൽമേറാണ്. അതൊരു ചെറിയ റിസ്ക് അതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞതുകൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറായിട്ട് ആരും എടുക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുത്ത് മാത്രം അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു അനാലിസിസ് ആണ് എനിക്ക് തോന്നുന്നത് ഇലക്ഷന് ശേഷം നമ്മൾ നടത്തിയത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വോളറ്റൈൽ സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു കൺഫർമേഷൻ പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളത്. ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് ഡേ വെള്ളി, അതുപോലെ തന്നെ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഡേ ആൻഡ് ബഡ്ജറ്റ് ഡേ ഇന്നലെ, അതായത് ബുധനാഴ്ചയും ഒരു രക്ഷയില്ലാത്ത ഓപ്ഷൻ ബൈ ഡേയ്സ് ആയിരുന്നു. കണ്ണടച്ച് ഓപ്ഷൻ ബൈ ചെയ്ത് ഓവർനൈറ്റ് എടുത്ത് വെച്ചവർക്കൊക്കെ എനിക്ക് ഓവർനൈറ്റ് എല്ലാം മണി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇലക്ഷൻ്റെ അന്ന് ആ ഒരു സെല്ലിംഗ് വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും പിറ്റേ ദിവസം എന്നുള്ളൊരു ഫിയർ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇത് നമ്മൾ ഇൻട്രാഡേ വൈസ്, അതായത് അന്നത്തെ ഗ്യാപ്പ് ഉണ്ടാവുന്നതാണ് പലരും വിചാരിച്ച് പുട്ടെടുത്ത് വെച്ചു, എല്ലാവർക്കും പണി കിട്ടി. എക്സിറ്റ് പോൾ വന്നു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, എല്ലാവർക്കും പണി കിട്ടി. ഇലക്ഷൻ റിസൾട്ട് വന്നു, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകും എന്ന് വിചാരിച്ചു, എല്ലാവർക്കും പണി കിട്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബയേഴ്സിന്. ഞാൻ വിചാരിക്കുന്നത്
ലേറ്റസ്റ്റ് ആയിട്ട് വരാനുള്ള ബഡ്ജറ്റ് വരെ മാർക്കറ്റിൽ ആവശ്യത്തിന് വോളറ്റൈലിറ്റി ഉണ്ടാകും എന്നുള്ള ഇലക്ഷൻ ഗവൺമെൻറ് രൂപീകരിക്കുന്നു, ഓരോന്നും ആർക്ക് കിട്ടുന്നു, ആര് മന്ത്രിയാകുന്നു, ക്യാബിനറ്റിൽ ആരൊക്കെ, ഒന്നാം സ്ഥാനത്ത് മോദി ഇരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചെയർ ആർക്ക് കൊടുക്കും, അതോ നന്ദേനെ, അതായത് BJPയുടെ ഇതിൽ മുതിർന്ന നേതാക്കന്മാർ തലപൊക്കി വരുമോ, പ്രധാനമന്ത്രി സ്ഥാനത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥാനങ്ങൾ അവർ ചോദിക്കുമോ, അതോ മറ്റ് ഘടകകക്ഷികൾ ചോദിക്കുമോ, ധനമന്ത്രി ആരായിരിക്കും, ഇതൊക്കെ വൻ സസ്പെൻസ് ആണ് അടുത്ത ആഴ്ച കാത്തിരിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിൽ കയറും? അങ്ങനെ ഇല്ല, കോൺഗ്രസ് ഭരണത്തിൽ കയറുന്നില്ല എന്ന് അവർ ഇന്നലെ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ പ്രതിപക്ഷത്തിരുന്നോളാം എന്നാണ് പറയുന്നത്. നല്ല പ്രതിപക്ഷം ഉണ്ടാവട്ടെ രാജ്യത്ത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 തവണയും എന്താ പറയുക, പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല. 130ഓളം MP-മാരെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും രാജ്യത്ത് എന്ത് നടന്നു? ഒന്നും നടന്നില്ല. 130 MP-മാരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി ജനങ്ങളുടെ അവകാശത്തെയാണ് ഗവൺമെൻറ് ലംഘിച്ച് കളഞ്ഞത്. ഓക്കെ, അതൊന്നും ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേരുന്ന കാര്യമൊന്നുമല്ല. അത് നടന്നതാണ്. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നടക്കത്തില്ല. ഇനിയും ഭരണഘടന മാറ്റാൻ പറ്റുമോ? 400 സീറ്റില്ലല്ലോ ഭരണഘടനയിൽ, യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഇതുപോലെ തന്നെ തുടരുകയും കൺസിസ്റ്റൻ്റ് നിൽക്കും. ഇനി നമ്മൾ പറയുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ UP-യിലെ പ്രസംഗം എന്തൊരു വിവാദമായിട്ടുള്ള പ്രസംഗമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആന്ധ്രാപ്രദേശിൽ TMC, തെലുങ്ക് ദേശം പാർട്ടി, അവരുടെ വോട്ട് ബാങ്ക് ആരാണ്? മുസ്ലിം വിഭാഗമാണ് അവരുടെ വോട്ട് ബാങ്ക്. അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ വോട്ട് ആരാണ്? മുസ്ലിം വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ പുതിയ NDA ഗവൺമെൻറ്റിന് മുസ്ലിം വിരോധം വെച്ച് പുലർത്താൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന 2 പാർട്ടിക്ക് അനുകൂലമായിട്ട് അവർക്ക് ബില്ല് പാസ്സാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലും അല്ലെങ്കിൽ ഏക സിവിൽ കോഡും ഒക്കെ പാസ്സാക്കി എടുക്കാനായിട്ട് ചില്ലറ വേർപ്പൊന്നും ഒഴിക്കാൻ പോരാ. കോൺഗ്രസിൻ്റെ കൂടി സഹായം ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹായം ഉണ്ടെങ്കിലേ ഈ പറയുന്ന ബില്ലുകൾ പലതും പാസ്സാവത്തുള്ളൂ. അപ്പോൾ പല ബില്ലുകളും അവിടെ കെട്ടിപ്പൂട്ടി വെക്കേണ്ടത് വരും. ജനങ്ങൾക്ക് നന്മയുള്ള നല്ല ബില്ലുകൾ കൃത്യമായിട്ട് പാസ്സാക്കി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ നല്ലൊരു ഡിസിഷൻ തന്നെ ജനങ്ങൾ എടുത്തു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെ ഭയങ്കര നമ്മൾ വിചാരിച്ച അങ്ങനെയല്ല. ഇനി ഇത്തവണ കൂടി വലിയൊരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ഇലക്ഷൻ പോലും ഉണ്ടാവില്ല. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മാധ്യമങ്ങൾക്കിടെ കൂച്ചുവിലക്ക് കഴിഞ്ഞു കൊടുത്തു. കോടതികൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അവരുടേതായ ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. ആ ഒരു പഴയ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് പോകുന്നു എന്ന് തോന്നിച്ച ആ ഒരു മുഖച്ഛായ ഭയങ്കരമായിട്ട് മാറും. അല്ലെങ്കിൽ സ്വയം ആൾദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സാധാരണ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറുകയും രാജ്യത്തിനത് കൂടുതൽ ഉയർച്ചയിലോട്ട് കൊണ്ടുപോവുകയും നമുക്കും നല്ല സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മികച്ച പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ഇന്ത്യയുടെ എക്കണോമി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നോക്കി കണ്ടും നല്ല സ്റ്റോക്കുകൾ ചൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റേബിൾ ഗവൺമെൻറ് അല്ലാത്തത് കൊണ്ട് തന്നെ പല സെക്ടറുകളിലും ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നോക്കുക. പ്രത്യേകിച്ച് അദാനി പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇനിയും റിസ്ക് ഫാക്ടർ കൂടി. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെ ആയിരുന്നില്ല. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടും. പക്ഷെ ഇനി അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. കണ്ടതാണ് അദാനിയിൽ ആ ഒരു സപ്പോർട്ടോടുകൂടി അദാനി തിരിച്ചു വന്നത്. ആ ഒരു ഇത് നമ്മൾ അദാനിയിൽ ഹിൻഡൻബർഗ് ഇഷ്യൂ വന്നപ്പോൾ തിരിച്ചു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ടാണ് ബിസിനസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെന്റിന്റെ ഫേവറിസം ചിലപ്പോൾ അങ്ങോട്ട് കിട്ടില്ല. 100% കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സെക്ടറിൽ നിന്ന് മാറി നിൽക്കുക, സേഫ് ആക്കുക പോർട്ട്ഫോളിയോസ്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സിൽബി എന്തായാലും അന്നത്തെ ഡയലോഗ് പിൻവലിച്ചിട്ടുണ്ട് അല്ലേ? അതെ, എൻ്റെ ചാനലിന് താഴെ വരെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐ റിയലി സോറി. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വളരെ നല്ലൊരു കാര്യം. ബിക്കോസ് അവർക്ക് തിരിച്ചെന്നോട് പറയാൻ പറ്റിയില്ലോ അല്ലേ? അത് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ ആയി പോയില്ല എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. സോ താങ്ക് യു എവരിവൺ. നല്ലൊരു പോഡ്കാസ്റ്റായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.